ഹലോ ഓൾ. അപ്പോൾ നമുക്കിന്ന് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് പെർട്ട് CPM അതൊക്കെയാണ് വരുന്നത്. എങ്കിൽ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിന്ന് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. കുറേ ആക്ടിവിറ്റീസിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റും ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് പ്രോജക്റ്റ് ഏതൊക്കെയാണ്? ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റും പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്നു. ഓക്കെ, അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പ്രീവിയസ് നടന്ന കുറേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് പണിയേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് അവൈലബിൾ ആയിട്ടുള്ള വർക്ക്, അതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രോജക്റ്റ് വിത്ത് സഫിഷ്യൻറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈസ് അവൈലബിൾ ഫ്രം ദ പാസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സഫിഷ്യൻറ്റ് ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ്, അതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ റോഡ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റ് ആണ്. ഇനി ഒരു പോയിന്റ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഈ ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റിനെല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് CPM മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ CPM പെർട്ട് എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റ് എല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് CPM വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് പറഞ്ഞ ഏതാണ്? നമ്മുടെ പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റ് ആണ്. പ്രോബബിലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സഫിഷ്യൻറ്റ് ഡേറ്റ ഒന്നും ഇല്ല. അതായത് ഞാനിപ്പോൾ ഒരു റിസർച്ച് സ്കോളറാണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു, ഞാനൊരു റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരാൾ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പാസ്റ്റായിട്ട് ഡേറ്റ ഒന്നും ഇല്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യുന്നു, അത് പിന്നീട് ചിലപ്പോൾ ശരിയാവാം, അത് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മൾ ഒരു പ്രോബബിലിറ്റിയുടെ ബേസ് നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. നമ്മളൊരു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു അസംഷന് നമ്മൾ തുടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു റിസർച്ച് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർച്ച് പ്രോജക്റ്റൊക്കെ നമുക്ക് ഈ പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റിനകത്ത് പറയാം. അതായത് സഫിഷ്യൻറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ പാസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ആ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ചെയ്തു തുടങ്ങുന്ന നമുക്ക് പോലും അറിയത്തില്ലായിരിക്കും അത് സക്സസ് ആവോ ഇല്ലയോ. നമ്മളൊരു അസംഷൻസിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നതാണ്. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിളാണ് എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റ്, അതുപോലെ തന്നെ റിസർച്ച് പ്രോജക്റ്റ്, സ്പേസ് പ്രോജക്റ്റ്, അത് പിന്നെ എന്താണ് R&D പ്രോജക്റ്റ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ പ്രോബബിലിസ്റ്റിക് പ്രോജക്ട്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഒരു എന്ന് പറഞ്ഞത് ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പെർട്ട് മെത്തേഡാണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് പ്രോജക്റ്റിനെ ഷെഡ്യൂൾ ചെയ്യുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടായിരുന്നു? CPM വെച്ചിട്ടായിരുന്നു. പെർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബബിലിസ്റ്റിക് പ്രോജക്റ്റിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് പ്രോജക്റ്റിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നാണ്. പ്രോജക്റ്റ് മാനേജ്മെന്റിലെ സ്റ്റേജസ് മെയിനായിട്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ് ഉണ്ട്, ഷെഡ്യൂളിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. 3 സ്റ്റേജസ്: പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ്. ഓക്കെ, അതിൽ പ്ലാനിങ് നമ്മൾ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്, പ്ലാനിങ് നമ്മൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്ലാനിങ് ചെയ്യുന്നത്. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? കുറേ സബ് ഡിവൈഡ് ചെയ്ത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഫോർ ബിഗ് പ്രോജക്റ്റ്, എൻ്റെ പ്രോജക്റ്റ് ക്യാൻ ബി ഗ്രാഫിക്കലി റെപ്രസെന്റ്സ് സബ്വേഴ്സ് ഫോർ പ്രോപ്പർ പ്ലാനിങ്. നല്ല പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ പ്രോജക്റ്റിനെ കുറേ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ വരച്ചപ്പോൾ തന്നെ മുകളിൽ നിന്നും താഴേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അല്ലേ. സോ WBS, അതായത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ അഡോപ്റ്റ്സ് ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് എന്നാണ്. ടോപ്പ് ടു ബോട്ടം അപ്രോച്ചിനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വേരിയസ് ടാസ്ക് ബേസ്ഡ് ഓൺ ദീസ് ഹൈറാർക്കി ക്യാൻ ബി ടേംഡ് ആസ് WBS, അത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. ആ ഒരു ഗ്രാഫിക്കൽ ഹൈറാർക്കി വിളിക്കുന്ന പേരാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോജക്റ്റ് മാനേജ്മെന്റിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാണ്. ആദ്യം നമ്മൾ എന്താണ്? അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടണം അല്ലേ. ഫൗണ്ടേഷൻ നമ്മൾ ആദ്യം എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രോസസ്സ് ഉണ്ടായില്ലേ.
ആ പ്രോസസ്സിനെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നു. അതായത് അതിന് എത്ര സമയം എടുക്കും. അപ്പോൾ എനിക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നു എന്ന് വെച്ചു. അപ്പോൾ എന്താണ് ഒറ്റ ദിവസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനും അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. അതാണ് ഈ ഷെഡ്യൂളിങ്ങിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഫിക്സ് ചെയ്താലുള്ള ഗുണം എന്താ, നമുക്ക് ആ പ്രോജക്റ്റ് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഓർഡർ ഇൻ വിച്ച് വേരിയസ് ആക്ടിവിറ്റീസ് ആർ ടു ബി ഡൺ വിൽ ബി അറേഞ്ച്ഡ് ഇൻ ദിസ് സ്റ്റേജ്. അതായത് നമ്മൾ ഓരോന്ന് കഴിഞ്ഞിട്ടും ഓരോന്ന് ചെയ്യണം. അങ്ങനെ നമ്മളൊരു ഓർഡർ ആക്കി വെക്കും ഓരോന്നിനെ. അതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൗണ്ടേഷനുള്ള കല്ലിടുന്നു, അത് അടുത്ത ഇതെല്ലാം എന്താണ് നമ്മളിങ്ങനെ ഓർഡർ ആയിട്ടാണ് പോകാൻ അല്ലേ. പിന്നെ നമ്മുടെ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൂശാനൊക്കെ എന്താ പറയത്തില്ലേ, വോളൊക്കെ എന്താണ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ എന്താണ് പൂശി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ, തറയിൽ ടൈലിടണം. ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്താണ് ഓരോ സ്റ്റേജസ് നമ്മൾ ഓർഡർ ആക്കി കൊണ്ടുവരുന്നതും ഈ ഷെഡ്യൂളിങ്ങിനകത്താണ്. ഇനി ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ആക്ടിവിറ്റി വിൽ ബി ഡിസൈഡഡ് ഹിയർ. ഓക്കെ, ഓരോ ആക്ടിവിറ്റിക്കും എത്ര സമയം എടുക്കും എന്ന് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം, എത്ര ദിവസം കൊണ്ട് നമുക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷെഡ്യൂളിങ്ങിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഷെഡ്യൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് പെർട്ടും CPM. ഓക്കെ, എന്നാൽ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് പെർട്ട് ആൻഡ് CPM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺട്രോളിങ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്നതാണ് അല്ലേ. നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ അതിൻ്റെ പ്ലാനിങ് ചെയ്യുന്നതും അതിനെ ഷെഡ്യൂൾ ചെയ്യുന്നതും. ഓക്കെ, ഇനി പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത്, ഓക്കെ, ആ പ്രോജക്റ്റ് വർക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകിൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഡ്യൂറിങ് ദ പ്രോജക്റ്റ് വർക്കാണ് നമ്മൾ ഈ കൺട്രോളിങ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഈ കൺട്രോളിങ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ് നമ്മൾ കൺട്രോളിങ് സ്റ്റേജിലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാനിപ്പോൾ തീരുമാനിക്കണേ, ഇപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഓക്കെ ഒരു എന്താണ് 20% പണി 3 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം അല്ലേ. ഈ 20% വർക്ക് ആ 3 ദിവസത്തിനുള്ളിൽ നടന്നോ ഇല്ലയോ എന്ന് ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ 3 ദിവസത്തിനുള്ളിൽ 20% വർക്ക് നടന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ആ ഡിലേ ഒഴിവാക്കണം അല്ലേ. നമുക്ക് അവിടെ ആ പ്രോജക്റ്റിൽ ഒരു ഡിലേ ഉണ്ടായി. അപ്പോൾ ആ ഡിലേ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ കൂടുതൽ റിസോഴ്സസ് അല്ലെങ്കിൽ ലേബർ കൂടുതൽ കൊടുത്ത് അതിനെ ഓൺ ടൈമിലോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെയോ തീർക്കാൻ നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ആ റീഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആർ ഡൺ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോളിങ് സ്റ്റേജിലാണ് നമ്മൾ ഒരു വർക്ക് എന്താണ് അത് ഓൺ ടൈമിലാണോ അല്ലയോ എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, പ്രോഗ്രസ് ഓഫ് ദ വർക്ക് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിങ് സ്റ്റേജിലാണ്. ഇനി ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ആക്ടിവിറ്റീസിനെ റീഷെഡ്യൂൾ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ 3 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർത്താലേ ബാക്കിയുള്ള വർക്ക് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള വർക്ക് എന്ത് ചെയ്യണം, നമ്മൾ റീഷെഡ്യൂൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വീണ്ടും പെട്ടെന്ന് തീർക്കാൻ പറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്യണം, കൂടുതൽ റിസോഴ്സസും ലേബറും നമ്മൾ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു റീഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് അപ്ഡേറ്റിംഗ്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. റീഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് എ മാനേജ്മെന്റ് ടീം. ഓക്കെ, എന്തൊക്കെയാണ് ഒരു മാനേജ്മെന്റ് ടീമിന്റെ ഫങ്ഷൻസ്? ഉറപ്പായിട്ടും നമ്മുടെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും മാനേജ്മെന്റ് ടീമിന്റെ ഫങ്ഷൻസ് തന്നെയാണ്. ഓക്കെ, പ്ലാനിങ്, കൺട്രോളിങ്, പിന്നെ ഓർഗനൈസിങ്. ശരിക്കും ഓർഗനൈസിങ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് നമ്മൾ പറയുന്ന ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാം കറക്റ്റ് ഓർഡറിൽ ഓർഗനൈസ് ചെയ്യുന്നു, അത് തന്നെയാണ് ഷെഡ്യൂൾ. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, പിന്നെ കൺട്രോളിങ്. പിന്നെ ഉള്ളത് ലീഡിങ് ദ എംപ്ലോയീസിനെ കറക്റ്റായിട്ട് ലീഡ് ചെയ്യുന്നതും ഈ മാനേജ്മെന്റ് ടീമിൻ്റെ ഒരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ്, കൺട്രോളിങ്, ഓർഗനൈസിങ്, പിന്നെ ലീഡിങ് ദ എംപ്ലോയീസ്. ഇത് ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ടീം എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.